ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുമാണ്. ബെത്സൈദ കുളക്കരയിലെ തളർവാദ രോഗിയെ യേശുനാഥൻ സൗഖ്യപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷത്തിൽ വളരെയധികം യാതനകളും വേദനകളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ തളർവാദ രോഗിയെ കാണിക്കുന്നത്. അവൻ്റെ അസുഖം മാത്രമല്ല അവനെ തളർത്തിയിരുന്നത്, മറിച്ച് മറ്റു മനുഷ്യരുടെ ഇടയിൽ നിന്ന് അവനെ ലഭിച്ചിരുന്ന അവഗണന കൂടെ അവനെ തളർത്തിയിരുന്നു. കാരണം അവൻ വേവലാതിപ്പെട്ട യേശുനാഥനോട് പറയുന്നതും അങ്ങനെയാണ്, എന്നെ ആരും സഹായിക്കാനില്ല എന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം അനുസരിച്ച് ഈ ബെത്സൈദ കുളക്കരയിൽ മാലാഖമാർ വന്ന് ഈ വെള്ളം ഇളക്കുന്ന സമയത്ത് അവിടെ ആദ്യം ഇറങ്ങുന്ന മനുഷ്യൻ സൗഖ്യപ്പെടുമെന്നാണ്. അപ്പം നീണ്ട 38 വർഷമായി ഇവൻ ആ ബെത്സൈദയുടെ കുളക്കരയിലാണ്, തൊട്ടടുത്താണ്, സൗഖ്യത്തിനടുത്താണ് അവൻ ഇരിക്കുന്നത്. പക്ഷെ അവന് സൗഖ്യം പ്രാപിക്കാൻ പറ്റാത്തത് അവനെ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്. വളരെയധികം അവഗണന ലഭിച്ചിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം വേദന അവൻ ഇതുമൂലം അനുഭവിച്ചിരുന്നു. ആരും നോക്കാനില്ല, ബന്ധുക്കളോ സ്വന്തക്കാരോ കൂട്ടുകാരോ അവിടെ ഉള്ളവരോ ഒന്നും സഹായിക്കാനില്ല. അവരെല്ലാം അവർക്ക് വേണ്ടിയുള്ള ആളുകളെ സഹായിക്കാനുള്ളവരാണ്. അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ ആളുകളുണ്ട്, അവരെ ഇറക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ആരുമില്ല. അപ്പോൾ ഈ ഒരു വേവലാതി അവൻ്റെ ഉള്ളിലുണ്ട്. ഇത് അവൻ്റെ ഉള്ളിലെ ഒരു നിശബ്ദ പ്രാർത്ഥന കൂടെ ആയിരിക്കാം, എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷ, സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് സഹായത്തിനുള്ള ഏക ആശ്രയം ദൈവമാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ അവൻ്റെ അടുക്കിലേക്ക് വരുന്നു, അവനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ അവന് സൗഖ്യം നൽകുകയാണ്. ഉടനെ അവൻ സൗഖ്യം പ്രാപിച്ചു എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. യേശുനാഥൻ പറഞ്ഞ ഉടനെ കിടക്കയും എടുത്ത് നീ എഴുന്നേറ്റ് പോവുക എന്ന് പറയുമ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ സൗഖ്യത്തെക്കാൾ ഉപരി യേശുനാഥൻ അവന് നൽകുന്ന പരിഗണനയാണ്, ദൈവം അവന് നൽകുന്ന ഒരു പരിഗണനയാണ്. അപ്പോൾ ഈ തപസ് കാലത്ത് യേശുനാഥൻ നമ്മളോടും ആവശ്യപ്പെടുന്നത് തന്നെയാണ്, പരിഗണന നൽകുന്ന മനുഷ്യരെ നമ്മൾ മാറണം, ചുറ്റുമുള്ള മനുഷ്യർക്ക്. ഒപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്ത സന്ധ്യതകളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ആ സമയങ്ങളിൽ നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഓടിയെത്തുമെന്നുള്ളതാണ്. നീണ്ട 38 വർഷങ്ങളിലെ യാതനകൾക്ക് ഒടുവിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം അവനെ രക്ഷയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ദൈവവും നമ്മുടെ വിളിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് വന്ന് നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. പക്ഷേ വിശ്വാസത്തോടെ അവനെ വിളിക്കാൻ നമുക്ക് കഴിയണം. അവനെ എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം, അതാണ് ഈ നീണ്ട വർഷങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴാണോ ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത്, അപ്പോൾ എനിക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്നാണ്. ഇനി ഇവനെ സൗഖ്യം പ്രാപിച്ച ഈ മനുഷ്യനെ വീണ്ടും കാണുമ്പോൾ യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ സുഖം പ്രാപിച്ചിരിക്കുന്നു, മേലിൽ നല്ലതല്ലാത്തത് ഉണ്ടാകാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് യേശുനാഥനൊരു സൂചന കൂടി നൽകുകയാണ്. കാരണം മോശമായത് സംഭവിക്കുന്നത് പാപത്തിൻ്റെ അവസ്ഥയിലാണെന്നുള്ള ചിന്ത കൂടി യേശുനാഥൻ പറയുന്നുണ്ട്. ഇത് തപസ്സുകാലത്ത് നമുക്കുള്ള ഒരു സൂചന കൂടെയാണ്. ഈ തപസ്സുകാലത്ത് നമ്മൾ കർത്താവിൻ്റെ രക്ഷയും സ്നേഹവും ഒക്കെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് പോകുന്നവരാണ്. ഇനിയുള്ള ജീവിതത്തിലും പാപം ചെയ്യാതെ അവനോടൊപ്പം ആയിരിക്കാനുള്ള ഒരു വിളി കൂടെയാണ് ഈ തപസ്സുകാലത്തിൻ്റെ. നമ്മളിപ്പോൾ ഉപേക്ഷിച്ച ആ എല്ലാ തിന്മയായതും നമ്മളിനി വീണ്ടും സ്വീകരിക്കുന്ന മനുഷ്യരാകാതെ ആ പാപത്തിൻ്റെ അവസ്ഥ ഉപേക്ഷിച്ച് യേശുനാഥൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാകണമെന്നുള്ള ഒരു ബോധനം കൂടെ യേശുനാഥൻ ഈ സുവിശേഷ ബോധം നൽകുന്നു. അപ്പോൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഈ തപസ്സുകാലത്ത് പാപജീവിതം ഉപേക്ഷിച്ച് എന്നാൽ കഴിയുന്ന മനുഷ്യർക്ക് അനുഗ്രഹങ്ങളും നന്മകളൊക്കെ ചെയ്യുന്ന മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.